नमस्ते। आज हम देखेंगे विष्णु प्रभाकर जी द्वारा लिखा गया एक कहानी है मैं नारी हूँ ഞാൻ സ്ത്രീയാണ്। श्री विष्णु प्रभाकर की एक लोकप्रिय कहानी है मैं नारी हूँ। ശ്രീ വിഷ്ണു പ്രഭാകർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കഥയാണ് मैं नारी हूँ ഞാൻ സ്ത്രീയാണ് എന്നത്। सामाजिक कुरीतियों पर आपने तीखा व्यंग्य किया है। സാമൂഹികമായ തിന്മകളിലും അല്ലെങ്കിൽ ദുരാചാരങ്ങളിലും അദ്ദേഹം രൂക്ഷമായ ആക്ഷേപഹാസ്യം നടത്തിയിട്ടുണ്ട്। ആപ് ഏക് ഗാന്ധിവാദി വിചാരധാരാക്കെ ലേഖക് थे। അദ്ദേഹം ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തിലെ ഒരു ലേഖകൻ ആയിരുന്നു। अहिल्या विद्यापीठ की संस्थापिका प्राचार्य चिट्ठी मिलते ही स्तंभित रह गई क्योंकि रंजना को ऐसी एक चिट्ठी में कैसे दूं। അഹല്യ വിദ്യാപീഠത്തിൻ്റെ സ്ഥാപികയായിട്ടുള്ള പ്രാചാര്യയ്ക്ക് കത്ത് കിട്ടിയപ്പോൾ സ്തംഭിച്ചു നിന്നുപോയി। ക്യോങ്കി എന്തെന്നാൽ രഞ്ജനാക്കോ ഐസിയയ്ക്ക് ചിട്ടിമ്മേ കൈസേതും രഞ്ജനയ്ക്ക് ആ ഒരു കത്ത് ഞാൻ എങ്ങനെയാണ് കൊടുക്കുക എന്നോർത്തിട്ട്। രഞ്ജനാക്കോ ഐസ വിശ്വാസ് താക്കി വിശ്വരഞ്ജൻ ഉസ്കി ചിട്ടി മിൽത്തെ ഹി വാപ്പസ് ആ ജായേഗ। രഞ്ജനയ്ക്ക് ആ ഒരു വിശ്വാസമുണ്ടായിരുന്നു, എന്ത്, വിശ്വരഞ്ജൻ ഉസ്കി ചിട്ടി മിൽത്തെ ഹി വാപ്പസ് ആ ജായേഗ, വിശ്വരഞ്ജന് ആ കത്ത് കിട്ടുകയാണെങ്കിൽ തിരിച്ചു വരുമെന്ന്। ലേക്കിൻ ഐസാ നഹി ഹുവ, പക്ഷെങ്കിൽ അങ്ങനെ നടന്നില്ല। രഞ്ജന നാം ഭി ഉനോനെ ഹി ദിയാ ഹെ, രഞ്ജന എന്ന പേര് അദ്ദേഹം കൊടുത്തതായിരുന്നു। ഉസ്കാ നാം തോ പെഹലെ ജയ ഗാംഗുലി താ, അവളുടെ ആദ്യത്തെ പേര് ജയ ഗാംഗുലി എന്നായിരുന്നു। ഉസ് സമയ രഞ്ജന കെ പരിവാർ വംഗദേശ് മേ രഹത്തെ थे। ആ ഒരു സമയത്ത് രഞ്ജനയുടെ കുടുംബം വംഗദേശത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്। വംഗദേശ് എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ പഴയ പേരാണ്। വിശ്വരഞ്ജൻ വ്യാപാരിക് സമ്പദമേ ഠാക്കാമേ ഥ, വിശ്വരഞ്ജൻ ആണെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഠാക്കയിലായിരുന്നു। ഹർ വിനാശ് കാ ഭാർ നാരീനെ ഹി സഹാഹെ, എല്ലാ നാശത്തിൻ്റെയും ഭാരം സഹിക്കുന്നത് സ്ത്രീ തന്നെയാണ്। ഉസ്കി ദേഹക്കോ നോച്ച് ഡാലാ ഹെ പുരുഷനെ, അവരുടെ ശരീരത്തെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് പുരുഷൻ। एक दिन नदी के तट पर एक लाश मिलने से कछुए आकर उसको तोड़ फोड़ कर खाने लगा। ഒരു ദിവസം നദീതീരത്ത് ഒരു ശവം കിട്ടിയപ്പോൾ ആമകൾ വന്ന് ചിന്നം ഭിന്നമായി തിന്നാൻ തുടങ്ങി। പ്രാചാര്യനെ സോച്ച കച്ചുവെ ബിൽക്കുൽ പുരുഷോ കെ സമാൻ ഹെ, പ്രാചാര്യ ചിന്തിച്ചു കച്ചുവെ ആമകൾ പുരുഷന്മാരെ പോലെയാണ് എന്ന്। സ്ത്രീയോ കെ ശരീർ പർ പുരുഷ കാ അധികാർ താ, സ്ത്രീയുടെ ശരീരത്തിൻ്റെ മുകളിൽ പുരുഷന് അധികാരമുണ്ടായിരുന്നു। ഉനോനെ ജീവിത ലാശ് ബന്നേ സെ ഇൻകാർ കർ ദിയ, അവർ ജീവനുള്ള ശവമായിരിക്കാൻ അവരെ സമ്മതിച്ചില്ല। വിദ്രോഹ് കി ലംബി കഹാനി ആജ് പ്രാചാര്യ കെ മൻ മേ സാകാർ ഹോ ഉഠി, വിപ്ലവകരമായ അല്ലെങ്കിൽ കലാപത്തിൻ്റെ ഒരു നീണ്ട കഥ ഇന്ന് പ്രാചാര്യയുടെ മനസ്സിൽ സത്യമായി വന്നു। അഭാഗ്യനി നാരിയോ കോ ഗിദ്ധെ നോച്ച് ഡാല, ഭാഗ്യമില്ലാത്ത സ്ത്രീകളെയെല്ലാം കഴുകന്മാർ വലിച്ചു പറിച്ചു। ഉൻ ഗിദ്ധോ കെ ഹാത്ത് സെ വച്ച് നിക്കൽന ബഹുത്ത് മുഷ്കിൽ ദ, ആ കഴുകന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു। ഉസ് അവസ്ഥ ക വർണ്ണൻ കർണെ കെ ലിയെ മേരെ പാസ് ശബ്ദ് നഹീ ഥ, ആ അവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുവാൻ എൻ്റെ കയ്യിൽ വാക്കുകൾ ഉണ്ടായിരുന്നില്ല। ഉന്മേ സെ 10 കോ അപ്നെ വിദ്യാപീഠ് ലേ ആയി ഥി, അവരിൽ നിന്നും 10 പേരെ ഞാൻ എൻ്റെ വിദ്യാപീഠത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു। മാനസിക സ്വസ്ഥ ഹോനെ പർ കുച്ച് കോ ഉൻകെ പരിവാർ വാലെ ലേ ഗയേ, മാനസികമായി ആരോഗ്യമുള്ളതുകൊണ്ട് ചിലരെ അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി। രഞ്ജനക്കോ അപ്നെ പതി പർ പൂർണ്ണ വിശ്വാസ് ഥാ, രഞ്ജനയ്ക്ക് തൻ്റെ ഭർത്താവിനുമേൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു। ലേക്കിൻ കിസ് മുഹ് സെ ഇസ് ചിട്ടി കോ ഉസേ ദൂ, എന്നാൽ ഏത് മുഖം വെച്ചിട്ടാണ് ഞാൻ ഈ കത്ത് അവൾക്ക് കൊടുക്കുക? ചൂട്ട് കൈസേ ബോലോ, കള്ളം എങ്ങനെയാണ് പറയുക? ഫിർ ഭി പ്രാചാര്യനെ രഞ്ജനാക്കോ ബുലാ ഭേജ, എന്നിട്ടും പ്രാചാര്യ രഞ്ജനയെ വിളിച്ചു। ഓർ ചിട്ടി കെ ബാരെ മേ കഹ, എന്നിട്ട് കത്തിനെക്കുറിച്ച് പറഞ്ഞു। ഉസ്കോ ചിട്ടി ദി, അവൾക്ക് കത്ത് കൊടുത്തു। ചിട്ടി പഠിക്കർ രഞ്ജന ചീഖ് ഉഠി, കത്ത് വായിച്ചിട്ട് രഞ്ജന അലറി അല്ലെങ്കിൽ നിലവിളിച്ചു। ഉസ്കാ മസ്തക് ഘൂം രഹാ ഥ, അവരുടെ തല കറങ്ങിക്കൊണ്ടിരുന്നു। ഓർ പ്രാചാര്യ കി ഗോദ്മേ ലുട്ടക് പടി, എന്നിട്ട് പ്രാചാര്യയുടെ മടിയിലേക്ക് വീണു। പ്രാചാര്യ കെ കക്ഷ കെ സാമനെ ഏക് കാളി കി മൂർത്തി ഥി, പ്രാചാര്യയുടെ റൂമിനടുത്ത് കാളീദേവിയുടെ ഒരു മൂർത്തി ഉണ്ടായിരുന്നു। ഉസേ ദിഖാക്കർ പ്രാചാര്യനെ കഹ, അതിനെ കാണിച്ചുകൊണ്ട് പ്രാചാര്യ ഇങ്ങനെ പറഞ്ഞു, തുമേ യഹി ബനനാ ഹെ, നീ ഇതുപോലെയാകണം।
കാളി ശിവ് കെ മസ്തക് പർ അപ്നെ ചരൺ രഖത്തെ ഹെ. കാളി ശിവന്റെ തലയിൽ തൻ്റെ കാൽപാദം വച്ചിരിക്കുകയാണ്. തും തോ ഗ്രാജുവേറ്റ് ഹോ, നീ ഒരു ഗ്രാജുവേറ്റഡ് ആണ്. എം എക്ക് പഠായി ശുരു കരോ, ഇനി എം എ പഠിക്കാൻ തുടങ്ങൂ. രഞ്ജന അപ്നെ കോ ജീത്നെ മേ കുച്ച് സമയം ലഗാം. രഞ്ജനയ്ക്ക് ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിജയിക്കാൻ കുറച്ച് സമയമെടുത്തു. രഞ്ജന കഭി കഭി സ്വപ്നമേ ശിവരഞ്ജൻ കോ ദേഖ് കർ ഉഠ और रोने लगी. രഞ്ജന ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ ശിവരഞ്ജനെ കണ്ട് എഴുന്നേൽക്കാനും കരയാനും തുടങ്ങി. ലേക്കിൻ പ്രാചാര്യ ने उसे हर समय अध्ययन के बारे में पूछते रही. എന്നാൽ പ്രാചാര്യ അവളോട് എല്ലാ സമയവും പഠനത്തിൻ്റെ കാര്യം എങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു. കഭീബി ഉസെ അക്കേലി നെഹിം ചോടുത്തി, ഒരിക്കൽ പോലും അവളെ ഒറ്റയ്ക്കാക്കിയിരുന്നില്ല. ഹർ യാത്രാമേ രഞ്ജന ഉസ്കി സഹയാത്രി ബനി. എല്ലാ യാത്രയിലും രഞ്ജന അവളുടെ സഹയാത്രിയായിരുന്നു. ഏക് ദിൻ പ്രാചാര്യനെ ഉസെ നാടക് ലിഖ്നെക്കോ കഹ. ഒരു ദിവസം പ്രാചാര്യ അവളോട് നാടകം എഴുതാൻ വേണ്ടി പറഞ്ഞു. രഞ്ജനാനെ നാടക് ലിഖന ശുരു കി. രഞ്ജന നാടകം എഴുതാൻ തുടങ്ങി. ഉസ് നാടക കി അദാലത് മേ ശിവരഞ്ജൻ കോ ഹി ഖടാ കർ ദിയ. ആ നാടക കോടതിയിൽ ശിവരഞ്ജനെയായിരുന്നു അവൾ പ്രതിഷ്ഠിച്ചിരുന്നത്. വിശ്വരഞ്ജൻ സെ പൂച്ച, തും അപ്നി പത്നി സെ ബഹുത് പ്യാർ കർത്തേ ഥേ നാ. വിശ്വരഞ്ജനോട് ചോദിച്ചു, നീ നിന്റെ ഭാര്യയെ വളരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ? രഞ്ജന കെ ശരീർ കോ യാ മൻ കോ. രഞ്ജനയുടെ ശരീരത്തിനെയായിരുന്നോ അല്ലെങ്കിൽ മനസ്സിനെയായിരുന്നോ? രഞ്ജന കഭി ഭി ശരീർ സെ അപവിത്ര ഹുയി യാ മൻ സെ. രഞ്ജന എപ്പോഴെങ്കിലും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അശുദ്ധയായിരുന്നോ? അദാലത് മേ രഞ്ജന കാ സ്വർ ഗൂഞ്ച്താ രഹാ ഹെ. കോടതിയിൽ രഞ്ജനയുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫിർ ദൃശ്യ ബദൽത്താ ഹെ. പിന്നെ ദൃശ്യം മാറുകയാണ്. രഞ്ജന ജനസമൂഹ സെ പൂച്ച് രഹാ ഹെ. രഞ്ജന ജനസമൂഹത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കി എന്തെന്നാൽ ലാഷ് ഓർ ഹമമേ ക്യാ അന്തർ ഹെ. ശവവും ഞങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ലാഷ് നിസ്പന്ദ് ഹെ ഓർ ഹമമേ സ്പന്ദൻ ഹെ. ശവം തുടിപ്പില്ലാത്തതാണ്, ഞങ്ങളിൽ സ്പന്ദനമുണ്ട്, അതായത് തുടിപ്പുണ്ട്. ഭീഡ് സെ ആക്കർ എക് ധർമ്മഗുരുവിനെ രഞ്ജന സെ കഹ. തിരക്കിൽ നിന്ന് മാറി ഒരു മതഗുരു രഞ്ജനയോട് ഇങ്ങനെ പറഞ്ഞു. ജബ് തും അപവിത്ര ഹുയി തബ് തും അചേതൻ നഹി ചേതൻ ധി. നീ എപ്പോഴാണോ അശുദ്ധയായത് അപ്പോൾ നീ അബോധത്തിലല്ലായിരുന്നു, ബോധത്തിലായിരുന്നു. ചേതനശക്തി കഭി നിഷ്ക്രിയ നഹി ഹോത്തി. ബോധശക്തി ഒരിക്കലും നിഷ്ക്രിയമാകില്ല അല്ലെങ്കിൽ നിർജീവമാകില്ല. പുരുഷ് കാ ശരീർ കഭി അപവിത്ര നഹി ഹോഗ. പുരുഷൻ്റെ ശരീരം ഒരിക്കലും അശുദ്ധമാകില്ല. സ്വപ്ന സേ ജാഗകർ രഞ്ജന നിശ്ചേഷ്ട രഹഗയി. സ്വപ്നത്തിൽ നിന്നുണർന്ന് രഞ്ജന അസ്വസ്ഥയായി. ഫിർ യേ അധ്യയൻ മേ ഡൂബ് ഗയി. പിന്നെ ഈ പഠനത്തിലേക്ക് മുഴുകിപ്പോയി. രഞ്ജനാനെ ഇസ് നാടകക്കോ പ്രാചാര്യ കെ ഹാത്ത് മേ ദിയ. രഞ്ജന ഈ നാടകം പ്രാചാര്യയുടെ കയ്യിൽ കൊടുത്തു. ഉസ് നാടക കാ നാം ഥാ സമഗ്ര ആകാശ്. ആ നാടകത്തിൻ്റെ പേരായിരുന്നു സമഗ്ര ആകാശ്, ആകാശം മുഴുവനും എന്നത്. സാലോं के बाद രഞ്ജന കാളിന്തി കോളേജ് മേ പഠാത്തി ഥി. വർഷങ്ങൾക്ക് ശേഷം രഞ്ജന കാളിന്തി കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. വഹാം ഡോക്ടർ ശിവരഞ്ജൻ മുഖർജി ഭീ ഥേ. അവിടെ ഡോക്ടർ ശിവരഞ്ജൻ മുഖർജിയും ഉണ്ടായിരുന്നു. പ്രാചാര്യ ने രഞ്ജന സെ കഹാ कि तुम्हारे मेज पर एक पत्र छोड़कर वे चले गए. പ്രാചാര്യ രഞ്ജനയോട് പറഞ്ഞു, നിന്റെ മേശപ്പുറത്ത് ഒരു കത്ത് വെച്ചിട്ട് അദ്ദേഹം പോയിട്ടുണ്ട് എന്ന്. രഞ്ജനാനെ പത്ര ബിനാ പഠേ ഹി ഫാഡ് ദിയ. രഞ്ജന കത്ത് വായിച്ചു നോക്കാതെ തന്നെ വലിച്ചു കയറി. ശിവരഞ്ജൻ മുഖർജി രഞ്ജനാക്കോ മിൽനെ ആയേ ഥേ. ശിവരഞ്ജൻ മുഖർജി രഞ്ജനയെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ലേക്കിൻ രഞ്ജനാനെ കഹാ. പക്ഷേ രഞ്ജന പറഞ്ഞു, കിസ് രഞ്ജനാക്കോ ആപ് ഢൂണ്ട്തേ ഹേ വോ തോ മർ ഗയി. ഏത് രഞ്ജനയാണോ നിങ്ങൾ അന്വേഷിച്ചു വന്നത്, അവൾ മരിച്ചുപോയി. അബ് മേ നാരി ഹും. ഇപ്പോൾ ഞാൻ സ്ത്രീയാണ്. നാരി അബ് അപ്നെ ആത്മസമ്മാൻ കോ രക്ഷാ കർണ ജാൻതി ഹെ. സ്ത്രീക്കിപ്പോൾ തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ അറിയാം. രഞ്ജന വിശ്വരഞ്ജൻ എന്നീ ദമ്പതികളുടെ കഥയാണ് ഇവിടെ പറയുന്നത്. വിശ്വരഞ്ജൻ രഞ്ജനയെ വിവാഹശേഷം ഉപേക്ഷിച്ചു പോവുകയും പിന്നീട് രഞ്ജനയുടെ വേദന നിറഞ്ഞ ജീവിതവും രഞ്ജനയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്ന പ്രാചാര്യയെയും നമുക്കിവിടെ കാണാം. സ്ത്രീ ഒരിക്കലും പുരുഷാധികാരത്തിൽ നിൽക്കാതെ സ്വന്തം ആത്മാഭിമാനമുയർത്തി ജീവിക്കണമെന്ന സന്ദേശം ഈ കഥയിലൂടെ നമുക്ക് വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്.